ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X5ന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. 2 ആഴ്ച യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ആദ്യം ഈ ഒരു ഫോൺ കയ്യിലെടുക്കുന്ന സമയത്താണ് ഏറ്റവും ആദ്യത്തെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതായത് ഈസി ടു ക്യാരി, നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാം, എങ്ങനെ വേണോ ഹാൻഡിൽ ചെയ്യാം. ലൈക്ക് നമ്മൾ കയ്യിൽ എടുക്കുന്ന സമയത്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. സാധാരണഗതിയിൽ ഒരു ഫോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോണിനൊരു വെയിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനം ആടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വെയിറ്റ്. രണ്ടാമത് ഒരു ബ്ലോക്കി ഡിസൈനാണ്. എല്ലാ ഫോണുകളും ഈ സമയത്ത് ഇറങ്ങുന്നത് പോലെ തന്നെ ഒരു ബ്ലോക്കി സ്ക്വയർ എഡ്ജസോട് കൂടി വരുന്ന ഒരു ആസ് യൂഷ്വൽ ഡിസൈനാണ് വരുന്നത്. ഡിസൈനിൽ ഭയങ്കര വലിയൊരു വ്യത്യാസവും മാറ്റവും ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതൊരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് ഓരോ ആപ്പിനനുസരിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്പിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന രീതിയിലുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ നമുക്ക് നോർമലി കാണാൻ പറ്റുന്ന കളേഴ്സിൽ നിന്ന് കുറച്ച് സാച്ചുറേഷൻ കൂടിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു പോക്കോ X5ൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. സാച്ചുറേഷൻ മീൻസ് ഒരു പൊടിക്ക് കളേഴ്സ് എല്ലാം ഒന്ന് എടുത്ത് നിൽക്കും. അതൊരു നാച്ചുറൽ കളർ ആയിരിക്കില്ല, കുറച്ച് എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു ഫാക്ട്. പിന്നെ ഫീൽ ചെയ്തൊരു കാര്യം, റിഫ്രഷ് റേറ്റ്. ഈ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഫോണിലും നല്ല രീതിക്ക് വർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. ചില ഫോണിൽ ഭയങ്കര കൂറ രീതിയിൽ ഈ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വർക്കാവും. പക്ഷേ പോക്കോ X5ൽ നല്ല രീതിക്ക് അവർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഉപയോഗിക്കാനായിട്ട്. ഓരോ ആപ്പ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പോക്കോ X5ൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 778G ആണ്. അതായത് നമ്മുടെ നത്തിങ് വണ്ണിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള അതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യം ഓവറോൾ ഞാൻ സംസാരിക്കാം. ഓവറോൾ പെർഫോമൻസ് നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനകത്തുള്ള ബ്ലോട്ട്വെയർസും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് പോക്കോ X5 തരുന്നത്. ഓവറോൾ യൂസേജിൽ നമ്മളിപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തായാലും വേറൊരു ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്തായാലും ഒന്നും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും. കാര്യം എന്താണെന്നറിയാമോ, ആസ്ഫോൾട്ട് 9 എന്ന ഗെയിം കളിക്കുന്ന സമയത്ത് മാത്രം ചെറിയൊരു സ്റ്റട്ടറും കുറച്ച് ഹീറ്റിങ്ങും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന സമയത്തോ മറ്റേത് ഗെയിം എത്ര മണിക്കൂർ കളിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് വാം ആവുക എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ആസ്ഫോൾട്ട് 9 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിന് മാത്രം ഒരു സ്പെസിഫിക്കലി എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്തു. കോൾ ഓഫ് ഡ്യൂട്ടി ഇഷ്ടം പോലെ സമയം കളിച്ചു, എന്നിട്ടും ഒരു പ്രശ്നമില്ല, ലാഗോ ഒരു കുഴപ്പമില്ല. ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഫോൺ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. MIUI 14 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആവശ്യമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഫിസിക്കൽ ഓവർവ്യൂ. എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ബോട്ടം സൈഡിൽ ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്, സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പീക്കർ, അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ നമുക്ക് സ്പീക്കർ വെൻസ് ഉണ്ട്, 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ ഉണ്ട്. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിൻ്റോട് കൂടിയുള്ള പവർ ബട്ടണും വോളിയം ബ്രോക്കറും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി സ്പീക്കേഴ്സിൻ്റെ കാര്യം, സ്റ്റീരിയോ സ്പീക്കറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റീരിയോ സൗണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരുപാട് എരപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് സൈഡിൽ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു 25,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഫോൺ എടുക്കുന്ന രീതിക്ക് തന്നെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. അതായത് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് ഒരു സാച്ചുറേഷൻ കുറച്ച് കയറി വരുന്നതായിട്ട് ശ്രദ്ധിച്ചു. ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് എടുക്കുന്നത്. ഞാൻ സാമ്പിൾസ് മൊത്തം ഇപ്പോൾ കാണിക്കാം. ഞാൻ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്നറിയാമോ, എനിക്ക് ചിലപ്പോൾ ഒരു ഫോട്ടോനെ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ കളർ ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ട് ഭയങ്കര എടുത്ത് നിൽക്കുന്നതിലായിരിക്കാം. ചിലർക്ക് ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര നാച്ചുറൽ കളേഴ്സ് ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഇഷ്ടം, എനിക്ക് നാച്ചുറൽ കളേഴ്സാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്താൽ മതി. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബാറ്ററിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നതുകൊണ്ട് ഈസി ആയിട്ട് ചാർജിങ് ചെയ്യാം. നല്ല ബാക്കപ്പും കിട്ടുന്ന ഒരു ഫോണാണ് നമ്മുടെ പോക്കോ X5 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ച യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാം. അതായത് ഫോൺ ഓക്കെ ആണെന്ന് തോന്നുന്നു, ക്യാമറ ഓക്കെ ആണെന്ന് തോന്നുന്നു, എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അതുമാത്രമല്ല, നമ്മുടെ പോക്കോ X5ൻ്റെ റിവ്യൂവിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടണോ, ആഡ് ചെയ്യണോ എന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഒരു ഫീഡ്ബാക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.